ഇന്ന് കേരളത്തിൻ്റെ കുംഭമേള ആരംഭിക്കുകയാണ്. തിരുനാവായയുടെ തീരത്ത് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിന് സമീപത്ത് നിളാ നദിയിലാണ് കുംഭമേളയുടെ ആരംഭം കുറിക്കുന്നത് എന്നതാണ്. ഈ ആരംഭം കുറിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം ഈ കുംഭമേള ഏതാണ്ട് 270 വർഷത്തോളം മുൻപ് നിലച്ചു പോയതാണ്. ബ്രിട്ടീഷുകാരാണ് അതിനെ അവസാനം തടഞ്ഞത് എന്നുള്ളതാണ്. അത്രയേറെ വലിയ പ്രാധാന്യമുള്ള മാഘസ്നാനമാണ് അവിടെ നടക്കുന്നത്. മാഘസ്നാനവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളതാണ്. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ഹിന്ദു ഏകീകരണം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഹിന്ദുക്കൾക്കിടയിൽ വലിയ ഏകീകരണം ഉണ്ടാകുന്നു, അവർ കരുത്തരാകുന്നു, അവർ സ്വയം തിരിച്ചറിയുന്നു, ആത്മാഭിമാന ബോധമുള്ളവരാകുന്നു. അതിൻ്റെ ഏറ്റവും പുതിയ ഒരു കാര്യം നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതായത് SNDP NSS ഐക്യത്തെ പറ്റി നേതാക്കൾ സംസാരിക്കുന്നു. വെള്ളാപ്പള്ളി പറയുന്നു. വെള്ളാപ്പള്ളി കൃത്യമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞു. ലീഗാണ് ആ മുന്നേറ്റം മുമ്പുണ്ടായപ്പോൾ തടഞ്ഞത് എന്നുള്ളത് ശരിയാണ്. അത് ചരിത്രപരമായ വസ്തുതയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ഹിന്ദു ഏകീകരണത്തെ എക്കാലവും ഭയപ്പെട്ടിരിക്കുന്നത് മുസ്ലിം ലീഗാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അവർക്ക് ഭയം ഹിന്ദു ഏകീകരണത്തെയാണ്. അതിനൊരുപാട് കാരണങ്ങളുമുണ്ട്. പണ്ട് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടായിട്ടുണ്ട്. ഹിന്ദു മഹാമണ്ഡലത്തിന് അന്ന് നേതൃത്വം കൊടുത്തത് R ശങ്കറും മന്നത്ത് പത്മനാഭനുമായിരുന്നു. അന്ന് അങ്ങനെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായപ്പോൾ അതിനെ തകർത്തത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെയാണ് അന്നും ശ്രമിച്ചത് എന്നുള്ളതാണ്. കാരണം ഇവർ അന്നും ഇന്നും പ്രവർത്തിക്കുന്നത് ഹിന്ദു ഏകീകരണത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹിന്ദുക്കൾ ഒന്നായാൽ എന്ത് സംഭവിക്കും? ഹിന്ദുക്കളാണ് ഇവിടുത്തെ ഭൂരിപക്ഷം. അവരെ ഈ ജാതിയുടെ തട്ടുകളിലാക്കി ഭിന്നിപ്പിച്ച് നിർത്തിയാൽ മാത്രമേ ഇവരുടെ അജണ്ട നടപ്പിലാവൂ എന്നുള്ളത് കൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ഭിന്നിപ്പ് ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടാക്കി നിർത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ദളിത് ആക്ടിവിസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഹിന്ദുക്കളെ സദാ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കളിൽ തന്നെ ഏറ്റവും അധികം വിശ്വാസികളായി നിലനിൽക്കുന്നത് ഹിന്ദുക്കളുടെ നട്ടല് എന്ന് പറയുന്നത് ഇവർ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞ് വേർതിരിക്കാൻ ശ്രമിക്കുന്ന വിഭാഗങ്ങളാണ് എന്നുള്ളതാണ്. ആ ജാതിയും വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. അവർ തന്നെയാണ് ഏറ്റവും ശരിയായ ഹിന്ദുക്കളും. നമ്മളെല്ലാ ഹിന്ദുക്കളും ചേരുന്നതാണ് ഹിന്ദുത്വത്തിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ്. അപ്പോൾ ആ ഹിന്ദുത്വത്തിൻ്റെ മഹത്വത്തെ നശിപ്പിക്കാൻ, അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നൊരു കുത്തിത്തിരിപ്പുണ്ടാക്കി ഹിന്ദുക്കളെ തമ്മിൽ വിഘടിപ്പിക്കാനായിട്ട് കുറേ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം ഈ അടുത്ത കാലത്ത് ചില ചർച്ചകളിലൊക്കെ പരാജയപ്പെട്ടു പോകുന്നത് കണ്ടാണ്. ശ്രീത് പണിക്കരുടെ മുമ്പിലൊക്കെ ഈ പറയുന്ന ഹിന്ദു വിരുദ്ധരായ, ഇന്ത്യ വിരുദ്ധരായ ദളിത് ആക്ടിവിസ്റ്റുകളൊക്കെ നാണം കെട്ടോടുന്നത് നമ്മൾ കണ്ടതാണ്. അംബേദ്കർ പറഞ്ഞതിൻ്റെ അർത്ഥങ്ങളെയും ആ പൊരുളിനെയും മനസ്സിലാക്കാത്ത ആൾക്കാരാണ്. അംബേദ്കർ ശരിയായിട്ടാണ് ഹിന്ദു മതത്തെ സമീപിച്ചത്, ശരിയായ ബോധത്തോടെയും മൂല്യത്തോടു കൂടിയാണ് സമീപിച്ചത് എന്നുള്ളതാണ്. അതിലെ പ്രശ്നത്തെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തത്, അല്ലാതെ ഹിന്ദു മതത്തിനെ ഇല്ലായ്മ ചെയ്യാനല്ല അദ്ദേഹം പറഞ്ഞതെന്നാണ്. അദ്ദേഹം പറഞ്ഞ അനിഹിലേഷൻ ഓഫ് കാസ്റ്റാണ്. കാസ്റ്റിനെ, ജാതിയെയാണ് ഉന്മൂലനം ചെയ്യേണ്ടത്, അല്ലാതെ ഹിന്ദുക്കളെ അല്ല. പക്ഷേ ഇവിടുത്തെ ദളിതുവാദികൾ വാദിക്കുന്നത് ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാനാണ്. ആ ഹിന്ദുക്കളുടെ ഉന്മൂലനം കാണാൻ വേണ്ടി കൊതിക്കുന്നവരാണ് ഈ പറയുന്ന വിഘടനവാദികളായ ഈ ദളിത് ആക്ടിവിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും പൊളിറ്റിക്കൽ ഇസ്ലാമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആ ഏകീകരണം, അന്ന് നടക്കാതെ പോയ ഹിന്ദു ഏകീകരണം ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൂചനകളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. ഹിന്ദുക്കൾക്ക് ഇടയിൽ ജാതി എന്ന് പറയുന്നത് ഒരു ശ്രേണിവൽക്കരിക്കപ്പെട്ട് കാണിക്കുന്നത് ഈ പറയുന്ന വിഭാഗങ്ങളാണ്. അല്ലാതെ രീതിയിലും നോക്കൂ, ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയാണ് ജാതി നിൽക്കുന്നത്? ആ ജാതിയെ യുവതലമുറ തൂത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രണയിക്കുന്നു, അവർ ഒന്നിച്ച് ജീവിക്കുന്നു, കൂട്ടുകാരാവുന്നു, സുഹൃത്തുക്കളാവുന്നു. അവർക്കിടയിൽ ജാതി എന്ന് പറയുന്ന സംവിധാനമേ ഇല്ല. അവർ ജാതിക്കതീതമായി, ജാത്യാതീതമായിട്ടുള്ള ബോധത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. മിശ്രവിവാഹങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. പക്ഷേ അവർക്കും ബോധമുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് നമുക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഹിന്ദു ഏകീകരണത്തിൽ അസ്വസ്ഥതപ്പെടുന്നതും പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെയാണ്. അപ്പോൾ വെള്ളാപ്പള്ളി അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറഞ്ഞത്, മുസ്ലിം ലീഗ് ഇടപെട്ട ആ നീക്കത്തെ, NSS SNDP ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന്. ഇന്ന് അത് പൊളിച്ചുകൊണ്ട്, അത്തരത്തിലുള്ള ലീഗിൻ്റെ നീക്കത്തെ തകർത്തുകൊണ്ട് വീണ്ടും NSS SNDP ഐക്യം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഹിന്ദു ഏകീകരണം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. പുതിയ കാലത്ത് നമുക്കറിയാം നന്ദഗോവിന്ദം ഭജൻ കേക്ക്, അതൊക്കെ നെഞ്ചേറ്റിയ തലമുറയാണ്, അല്ലെങ്കിൽ ജനങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നുള്ളതാണ്. ആ ജനങ്ങൾ, അതായത് സന്ധ്യയ്ക്കൊന്ന് ഒരു വിളക്ക് കൊളുത്തി നാമം ജപിക്കാൻ മടിയുണ്ടായിരുന്ന കാലത്ത് നിന്ന് ഭജനുകൾ പാടുന്ന സിയാപതി രാമചന്ദ്ര കി ജയ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഭഗവാൻ ശ്രീ ആഞ്ജനേയൻ്റെ ജയ് ഹനുമാൻ ജിക്ക് ജയ് എന്ന് പറയാനും, ഈ പറയുന്ന പോലെ ഭഗവാന്റെ തിരുനാമം ഉച്ചരിക്കാനും, അത് ഉരുവിടാനും, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കൂടി
അതായത് സ്വയം ഈ കീർത്തനങ്ങൾ കേട്ട് ഭജന കേട്ട് ഭക്തിയുടെ ആനന്ദലഹരി അത് അനുഭവിക്കുക മാത്രമല്ല, അത് മറ്റുള്ളവരിലേക്ക് കൂടി ഇവർ എത്തിക്കുന്നുണ്ട് പുതുതലമുറ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നത്. മുരുകയുഗത്തിൻ്റെ ഭാഗമായിട്ട് LMRK വരുന്നു. ഒരാളിൽ നിന്ന് പോലും പണം വാങ്ങാതെ, പണം പിരിക്കാതെ, കുണ്ടികപ്പിരിവ് നടത്താതെ അവർ ഈ പറയുന്ന രീതിയിൽ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുന്നു. അവിടേക്ക് എത്തുന്നത് സ്വയം ആൾക്കാർ നൽകുന്ന കോൺട്രിബ്യൂഷൻ മാത്രമാണ്. അവർ പിരിവിക്കാനായിട്ട് ഇറങ്ങുന്നില്ല. മുരുക സംഗമം, അന്താരാഷ്ട്ര മുരുക ഭക്ത സംഗമം നടക്കുന്നു. അവിടെയും വലിയ രീതിയിലുള്ള ഹിന്ദു ഐക്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ ഹിന്ദു ഐക്യം ഉണ്ടാകുന്നതിനെതിരെയാണ് ഈ ശക്തികൾ നിലനിൽക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ആ ഗായകർ അവരുടെ കുറി കണ്ടിട്ട് ഇവർ ഇതാ സംഘികളാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഈ അന്തം കമ്മികൾ പോസ്റ്റ് ഇടുന്നത്. സഹിക്കുന്നില്ല അവർക്കെന്നുള്ളത് വാസ്തവമാണ്. ഈ ഇസ്ലാമിസ്റ്റുകൾക്കൊന്നും സഹിക്കുന്നില്ല മലപ്പുറത്ത് കുംഭമേള നടക്കുന്നതും നന്ദഗോവിന്ദം ഭജൻസ് ജനങ്ങൾ നെഞ്ചേറ്റുന്നതും ഒന്നും ഇവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭജനുകൾ പാടി ഈ പറയുന്ന നിളാസ്നാനം ചെയ്ത് ഹിന്ദുക്കൾ സ്വയം ശുദ്ധി വരുത്തി ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും നല്ല കരുത്തരായി മാറിക്കൊണ്ടിരിക്കുന്നതിനെ ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. അപ്പോൾ ഈ പലരും ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ചില ഹിന്ദുക്കളൊക്കെയാണ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നത്. എന്തിനാണ് ഉത്തരേന്ത്യയിലെ കുംഭമേള ഇവിടെ നടത്തുന്നത്? ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും ഒന്നും ഇല്ല, ഇന്ത്യ മാത്രമേ ഉള്ളൂ. അത് ഭാരതമാണ്. ഭാരതവർഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ മഹത്തായ ഭാരത പാരമ്പര്യമാണ് ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യരുടെയും രക്തധമനികളിലുള്ളത് എന്നുള്ളതാണ്. നമ്മൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആചാര വ്യത്യാസമുണ്ടോ? നമ്മളുടെ എല്ലാവരുടെയും സംസ്കാരം, നമ്മൾ ഈ പറയുന്ന ഭാരതത്തിലുള്ള മുഴുവൻ സനാതന ധർമ്മ വിശ്വാസികളുടെയും സംസ്കാരം ഒന്നല്ലേ? നമ്മളുടെ വിവാഹം, നമ്മളുടെ ജനനം, അതുപോലെയുള്ള ഗൃഹപ്രവേശം, മരണം തുടങ്ങിയ എല്ലാ ചടങ്ങുകളും, ഷോഡശ സംസ്കാരം എന്ന് പറയും, 16 ചടങ്ങുകളുണ്ട്. അതുപോട്ടെ, നമ്മൾ ഇന്ന് ആചരിക്കുന്ന വളരെ കുറച്ച് ആചാരങ്ങളാണ് ഉള്ളതെങ്കിലും ആ ആചാരങ്ങളെല്ലാം ഒരുപോലെയല്ലേ? നമ്മളുടെ ഈശ്വരന്മാരെല്ലാം ഒന്നല്ലേ? എല്ലാവർക്കും നമുക്ക് മഹാദേവനെ ആരാധിക്കുന്നു, ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ആരാധിക്കുന്നുണ്ട്. മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നു, ഹനുമാൻജിയെ ആരാധിക്കുന്നു, ശ്രീരാമചന്ദ്രനെ, ശ്രീകൃഷ്ണനെ, എല്ലാവരെയും, ദേവിയെയും എല്ലാത്തിനെയും ആരാധിക്കുന്നില്ല. എവിടെയെങ്കിലും ഒരു ദൈവം മാത്രം മതി എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഹൈന്ദവ മതത്തിനകത്ത് ഹിന്ദുക്കൾക്കിടയിൽ, സനാതന ധർമ്മികൾക്കിടയിൽ ഉണ്ടാകുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ കുംഭമേള ഉത്തരേന്ത്യയിൽ അമൃത വീണ സ്ഥലത്ത് മാത്രമല്ലേ നടക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ കുംഭമേള എന്ന് ഈ മാഘസ്നാനത്തെ വിളിക്കുന്നതാണ്. അത് കുംഭമേള എന്ന് പറയുന്ന യഥാർത്ഥ ഈ കുംഭമേള ആണ് എന്ന് ആരും പറയുന്നില്ല. കേരളത്തിൻ്റെ കുംഭമേള എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഷേക്സ്പിയറിനെ പറയാറുണ്ട് പാശ്ചാത്യ നാടിൻ്റെ കാളിദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളിദാസനാണോ? അത് അല്ലല്ലോ. പാശ്ചാത്യ ദേശത്തിൻ്റെ കാളിദാസനാണ് ഷേക്സ്പിയർ. അപ്പോൾ അന്ന് പറഞ്ഞ് ഷേക്സ്പിയറിന് കാളിദാസനോളം മഹത്വം വരുന്നില്ലല്ലോ. ഷേക്സ്പിയറിന് മഹത്വം ഉണ്ടെന്ന് വേറെ കാര്യം, പക്ഷേ കാളിദാസൻ തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത് നമ്മൾ മറ്റൊന്നുകൂടി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എന്താണ് ഈ കുംഭമേള കേരളത്തിൽ നടക്കുന്നു. അപ്പോൾ ഈ മാഘസ്നാനമാണ് നടക്കുന്നത്, മഹാസ്നാനമാണ്. അപ്പോൾ അവിടെയും ഹിന്ദു ഏകീകരണമാണ് ഉണ്ടാകുന്നത്. യാഗങ്ങൾ, കേരളത്തിൽ ഒരു കാലത്ത് നിന്ന് പോയിരുന്ന യാഗയജ്ഞാദികളെല്ലാം തിരിച്ചു വരുന്നു വലിയ രീതിയിൽ. നമ്മുടെ തിരുവനന്തപുരത്ത് നടന്നു, പാലക്കാട് നടന്നു, പല ജില്ലകളിലും, പത്തനംതിട്ടയിൽ നടന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും അതിരാത്രങ്ങളും യജ്ഞങ്ങളും യാഗങ്ങളും വലിയ ഹോമങ്ങളും ഒക്കെ നടക്കുന്നു. ഹിന്ദു വിശ്വാസം ഉണർന്നുകൊണ്ടിരിക്കുന്നു. ഹിന്ദുക്കൾക്കിടയിൽ ബോധമുണ്ടായിരിക്കുന്നു. നമ്മൾ ഒന്നിച്ചു നിന്നാലല്ലാതെ ഇവിടെ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള. കാശ്മീരിൻ്റെ അവസ്ഥ വരുമില്ലെങ്കിൽ, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം വന്ന് ഇസ്ലാമിസ്റ്റുകളുടെ ഭരണത്തെ അവരുടെ ഒരു അജണ്ടയുണ്ട്. ഇത്ര ശതമാനം പോപ്പുലേഷനിലേക്ക് ഞങ്ങൾ എത്തുക, 30% പോപ്പുലേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിർണായക ശക്തിയാകും, ഞങ്ങളാവും കാര്യങ്ങൾ തീരുമാനിക്കുക. ആ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമം പൊളിറ്റിക്കൽ ഇസ്ലാം നടത്തുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കണമെങ്കിൽ ഹിന്ദു ഐക്യപ്പെട്ടേ പറ്റുള്ളൂ. ഹിന്ദു ഐക്യമാണ് അവരുടെ നിലനിൽപ്പിന് എല്ലാ കാലത്തും ഹിന്ദു ഐക്യമാണ് നമ്മളുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ആ ഹിന്ദു ഐക്യം ഇല്ലാത്തത് കൊണ്ടാണ് കശ്മീരി പണ്ഡിറ്റുകൾക്ക് ഡൽഹിയിലും മറ്റ് സ്ഥലങ്ങളിലേക്കുമൊക്കെ പലായനം ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ്. ആ ബോധം തിരിച്ചറിയുക. അത് തിരിച്ചറിയാതെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അന്ന് കശ്മീരിൽ മുഴങ്ങിയ റലീവ് ഗലീവ് ചലീവ് എന്ന് പറയുന്ന മുദ്രാവാക്യമുണ്ട്. ഒന്നുകിൽ മതം മാറുക, ഇല്ലെങ്കിൽ നാട് വിട്ടോടുക, ഇല്ലെങ്കിൽ കൊല്ലപ്പെടുക.
നാളെ നിങ്ങളുടെ വീടിന് മുന്നിൽ വന്നു നിന്ന് ഒരു കൂട്ടം അങ്ങനെ ആക്രോശിച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഐക്യപ്പെടുകയല്ലാതെ, ഒന്നിച്ചു നിൽക്കുകയല്ലാതെ, രാഷ്ട്രീയ ശക്തിയാവുകയല്ലാതെ പ്രതിരോധിക്കാൻ, നിലനിൽക്കാൻ മറ്റൊരു മാർഗമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഹിന്ദു ഏകീകരണം ഇവിടെ. ആ ബോധം ഹിന്ദുക്കൾക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ് പുതിയ തലമുറയിലെ ഹിന്ദുക്കൾ ആ ബോധത്തിലേക്ക് വരുന്നത്. ആ ബോധത്തിലേക്ക് എത്തുന്നത് കൊണ്ടാണ് അവർക്ക് നിലനിൽക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് മുന്നേറാൻ കഴിയുന്നത്. ആ മുന്നേറ്റമാണ് പല തിരഞ്ഞെടുപ്പുകളിലും. ഇപ്പോൾ വിഴിഞ്ഞത്ത് കണ്ടില്ലേ, ഹിന്ദു സ്ഥാനാർത്ഥിക്ക് ഹിന്ദുക്കളെല്ലാം വോട്ട് ചെയ്തു. വലിയ വോട്ടാണ് കിട്ടിയത്. 3ാം സ്ഥാനത്താണെങ്കിൽ കൂടിയും ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ ഒന്നിച്ചു ചേർന്ന് അവിടെ ആ സ്ഥാനാർത്ഥിയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഈ പറയുന്ന മുസ്ലിം ക്രിസ്ത്യൻ മേഖലയാണ്. ആ മേഖലയിലാണ് ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ ഏകീകരിക്കപ്പെട്ടത്. അത്തരത്തിൽ ഹിന്ദുക്കളുടെ വോട്ട് ഏകീകരിക്കപ്പെടുകയും ഹിന്ദുക്കൾ ഒന്നിച്ച് നിൽക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ വിപത്തായിരിക്കും വരുന്നത്. എന്തായാലും ഭാഗ്യവശാൽ ഹിന്ദുക്കൾ അങ്ങനെ ഏകീകരിച്ചു കൊണ്ടിരിക്കുന്നു. അവരവരുടെ സ്വാഭിമാനം വീണ്ടെടുത്തിരിക്കുന്നു. അവർ തങ്ങൾ ആര് എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുംഭമേള നടക്കുന്നത്. കുംഭമേള മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അതിഗംഭീരമായ രീതിയിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള സന്യാസിമാരടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ മുഴുവൻ ഈ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ആചാര്യന്മാർ വരുന്നുണ്ട്. വലിയ രീതിയിൽ, അതായത് ഫെബ്രുവരി 3-ാം തീയതി വരെ നടക്കുന്ന ഈ വലിയ സ്നാനം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചേർന്ന് വിജയിപ്പിക്കേണ്ടതാണ്. മലപ്പുറത്തെ ആ തിരുനാവായയിലേക്ക് എത്തുമ്പോൾ അവിടെ വലിയ സന്നാഹങ്ങൾ, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അവിടെ സന്യാസിമാരെത്തിക്കഴിഞ്ഞു. വലിയ സന്നാഹങ്ങളാണ് അവിടെ വരുന്നത്. അവിടേക്ക് ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആൾക്കാർ ഒഴുകിയെത്തുകയാണ്. വലിയ ആരതി, ഗംഗാരതിക്ക് സമാനമായിട്ട് കാശിയിൽ നിന്നുള്ള ഭക്തർ നടത്തുന്ന വലിയ ആരതി അവിടെ നടക്കുന്നുണ്ട്. ആ ആരതി നമ്മുടെ നിളാദേവിക്കുള്ള ആദരമാണ്. നിളാദേവിയെ ആ പവിത്രതയോടെ തിരിച്ച് വീണ്ടും ഗംഗയെ ഭഗീരഥൻ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതുപോലെ നിളാനദിയെ അതിൻ്റെ നാശത്തിൽ നിന്ന് മുക്തിയിലേക്ക് നയിക്കുക. നിളയിലാണ് നമ്മളുടെ കേരളത്തിൻ്റെ പാരമ്പര്യം. 2 നദികളാണല്ലോ, പെരിയാറും നിളാനദിയും. അവിടെയാണ് കേരളത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും എല്ലാം തുടങ്ങി വെച്ചത്. ആ സംസ്കാരത്തിൻ്റെ ഇപ്പോഴും അതിൻ്റെ അവശേഷിപ്പുകൾ അവിടെയുണ്ട്. അതിനെ പുനരുജ്ജീവിപ്പിക്കുക, അതിനെ കൂടുതൽ ഉയർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മഹാകുംഭമേളയ്ക്ക് നമ്മൾ ഓരോരുത്തരും ഭാഗമാകേണ്ടതിൻ്റെ ആവശ്യകത. അങ്ങനെ ഹിന്ദു ഏകീകരണം പൂർത്തിയായാൽ മാത്രമേ, അത് കരുത്തായാൽ മാത്രമേ നമ്മുടെ നിലനിൽപ്പ്, ഇല്ലെങ്കിൽ നമ്മളുടെ സ്വാഭിമാനം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയൂ എന്നുള്ള ബോധത്തിലേക്ക് ഹിന്ദുക്കൾ എത്തേണ്ടതുണ്ട്.